അച്ഛാ പഞ്ചസാര എടുത്ത് കഴിച്ചായിരുന്നാ? മോനെ ഇനി അച്ഛൻ അങ്ങനെ തിന്നത്തില്ല, പഞ്ചസാര എടുക്കത്തില്ല മോനെ, ഒന്നും പറയല്ലേ. കണ്ട ഈ അച്ഛനെ ഇങ്ങനെ വഷളാക്കണത് അമ്മയാ. എന്ത് ചെയ്താലും സപ്പോർട്ടാ. പണ്ടും അതെ ഇപ്പോഴും അതെ. മോളെ എന്റെ ഭർത്താവല്ലേ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ മാസം ഒരാഴ്ചയാണ് ഷുഗർ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നത്. ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് അറിയാമോ? ഹോസ്പിറ്റലിൽ ഒന്ന് മാറി ഇരിക്കാൻ പോലും ആളില്ലാതായി. ദയവ് ചെയ്ത് ഉപദ്രവിക്കല്ലേ അച്ഛാ. നമുക്ക് രണ്ടുപേർക്കും പെൻഷനുള്ളതല്ലേ, നിനക്ക് നമ്മളെ നോക്കാൻ ഒരാളിനെ വെച്ചാ പോരെ. നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? വാർദ്ധക്യ പെൻഷന്റെ കാര്യമാണ് പറയണത്. എന്റെ അച്ഛ അതുകൊണ്ട് അച്ഛന്റെ മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റൂല. 1000 2000 ഒക്കെ കൊടുത്താല് ആളെ കിട്ടണം അങ്ങ് പണ്ടാണ്. ഇന്നിപ്പോ ഒരു ഹോം നേഴ്സിനെ വെക്കണമെങ്കിലേ രൂപ 20,000 എണ്ണി കൊടുക്കണം. അതുകൊണ്ട് എന്റെ അച്ഛൻ അങ്ങനത്തെ ഭാരിച്ച ചിന്തകളൊന്നും ആലോചിച്ച് വെക്കരുത്. അച്ഛന് കഴിക്കാൻ പാടില്ലാത്തൊക്കെ വേണം ചങ്ങലേട്ടാ. അതിങ്ങനെ വാരി വലിച്ചെടുത്ത് കഴിച്ച് എന്തെങ്കിലും പറ്റിപ്പോയ നാട്ടുകാർ നമ്മളല്ലേ പഴി പറയാ. അതിന്റെ ഒന്ന് ആരോഗ്യത്തിന്റെ കാര്യം ഒന്ന് കണ്ടറിഞ്ഞ് ശ്രദ്ധിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും പറയുന്നില്ലല്ലോ, എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നില്ലേ. എന്റെ പൊന്നു മോളെ, നിങ്ങൾ ഞങ്ങളെ നല്ലപോലെ നോക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആരെന്തോ പറയുന്നെന്നാ, ആരും ഒന്നും പറയുന്നില്ല. പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചെറിയ പണികൾ ചെയ്യാൻ വരുമ്പോ നീ തന്നല്ലേ എന്നെ പറഞ്ഞു ഓടിക്കുന്ന, അമ്മ ഒന്നും ചെയ്യണ്ട പോകുന്നു. അമ്മ അത് എന്തുകൊണ്ടാണെന്ന് അമ്മ മനസ്സിലാക്കണം. അമ്മയ്ക്ക് ഹാർട്ട് സർജറി കഴിഞ്ഞ് കിടക്കുകയില്ലേ, അതുകൊണ്ട് അങ്ങനത്തെ പണികളൊന്നും ചെയ്തുകൂടാ. സന്നേട്ടാ ഇതൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. നമ്മളെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടിക്കണം. ഇതാണ് എന്തെങ്കിലും ആവട്ടെ, ഞാൻ പോവാ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഇതിപ്പോ അവളായതുകൊണ്ട് നിങ്ങൾ 3 നേരം കഞ്ഞി കുടിച്ച് കിടക്കണം. അവളെ സ്ഥലത്ത് വേറെ ആരെങ്കിലും ആണെങ്കിലും ഉണ്ടല്ല, എപ്പോഴേ കളഞ്ഞിട്ട് പോയെന്നറിയാം. ദയവ് ചെയ്ത് നിങ്ങൾ ഉപദ്രവിക്കരുതേ. എനിക്കിപ്പോഴും നിങ്ങളെ മാത്രം നോയിക്കൊണ്ടിരിക്കാനൊന്നും പറ്റൂല. എനിക്കൊരു കുടുംബമുണ്ട്, ഒരു ജോലിയുണ്ട്. അതൊന്നും മനസ്സിലാക്കിയാ കൊള്ളാം. എന്തിനാ ദൈവമേ ഞങ്ങളെ എങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു? ജീവിച്ച് മതിയും കൊതിയും തീർന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങളെ അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു. നീ കിടന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. കിടക്ക്.